വിജയ്, ഈ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട ആരോപണം, അദ്ദേഹം ഓരോ സംസ്ഥാനങ്ങളെയും പ്രത്യേകം വിശദമായി പഠിച്ചാണ് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയ ഒരു സഞ്ജയ് കുമാർ പുറത്തുവിട്ട ഡാറ്റകൾ ഉദ്ധരിച്ചാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പം ഈ വിവരങ്ങൾ കണ്ടെത്തിയ ഈ സഞ്ജയ് കുമാർ തന്നെ പറയുന്നു അതിൽ ചില പിഴവുകളുണ്ടെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം ഇപ്പോൾ തിരിച്ചടിയാകും അല്ലേ? അതെ, അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ ലോക് നീതി CSDS എന്ന് പറയുന്ന CSDSൻ്റെ ലോക് നീതി, അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള സഞ്ജയ് കുമാറാണ് ഈ പഠനം നടത്തുന്നത്. അദ്ദേഹം സെഫോളജിസ്റ്റാണ്. സെഫോളജിസ്റ്റ് എന്ന് പറയുന്ന ഇലക്ഷനെ പറ്റി, വോട്ടിംഗ് പാറ്റേണിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ആൾക്കാരെയാണ് സെഫോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു സെഫോളജിസ്റ്റ് ആയിട്ടുള്ള സഞ്ജയ് കുമാറിൻ്റെ പഠനത്തിൽ നിന്ന് ലഭിച്ച ഡാറ്റ വഴിയാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ വോട്ട് കൊള്ള ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ CSDSൻ്റെ ഈ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ടുള്ള സഞ്ജയ് കുമാർ തന്നെ വന്നിന്ന് രംഗത്തെത്തി പറഞ്ഞു തൻ്റെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ള കോൺഗ്രസ് വോട്ട് മോഷണം എന്ന ആരോപണം, അതായത് കോൺഗ്രസിൻ്റെ വോട്ട് മോഷണം എന്ന ആരോപണം തൻ്റെ വിശകലനത്തിനെ അടിസ്ഥാനമാക്കിയാണ്, തൻ്റെ വിശകലനം പൂർണ്ണമായും തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാരണം വരികളിലെ ഞങ്ങളുടെ ഡാറ്റ ടീം തെറ്റായിട്ടാണ് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്തത്, അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതിനെ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും കൃത്യമായൊരു പൊളിറ്റിക്കൽ അനാലിസിസ് റീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ മഹാരാഷ്ട്രയിലെ വോട്ട് ചോറി ആരോപണം അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെയാണ് BJP ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധിയോട് മാപ്പ് ചോദിക്കാൻ, അതായത് അപ്പോളജി ചോദിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയോട് മാത്രമല്ല, ഈ ഒരു സഞ്ജയ് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് BJPയുടെ ഒരു വക്താവാണ്, ഗൗരവ് ഭാട്ടിയ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വന്നിട്ട് കോൺഗ്രസിനെ, അതായത് ഈ ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പടച്ചുവിടുന്ന കോൺഗ്രസിനെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത്. ഇതുപോലെ കള്ളം പടച്ചുവിടുന്ന ഒരു പാർട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഇത്തരത്തിലുള്ള അതായത് ശാസ്ത്രീയം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്ന കള്ളന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെയും രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഗൗരവ് ഭാട്ടിയ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സഞ്ജയ് കുമാറും രാഹുൽ ഗാന്ധിയും ഇത്തരത്തിലുള്ള ഓരോ ആരോപണങ്ങൾ പടച്ചുവിട്ടിട്ട് പിന്നീട് അങ്ങ് മാപ്പും പറഞ്ഞു പോകും. പക്ഷേ ഇതുണ്ടാക്കുന്ന ആഘാതം, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാക്കുന്ന ഒരു ആഘാതം, അതായത് നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവുകയാണ്. ഇതെല്ലാം ശരി, ഇതിലെന്തെങ്കിലും ഒരു അതായത് തീയില്ലാതെ പുകയുണ്ടാകുമോ, അത്തരത്തിലുള്ള രീതിയിലായിരിക്കും സാധാരണ ജനങ്ങൾ ഇത് ചിന്തിക്കുന്നത്. ഇവർ ഈ പറയുന്നതിൻ്റെ സാങ്കേതിക പിഴവുകളൊന്നും എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളുടെ ഇലക്ഷൻസ് എല്ലാം തന്നെ റിഗ്ഡാണ്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ സ്റ്റേജ്ഡാണ്, അതിലെല്ലാം തന്നെ ഈ വോട്ട് കൃത്യമായി അതിനകത്ത് ഒരു അനധികൃതമായി വോട്ടുകൾ ചോരാറുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചോർന്നു പോകാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വോട്ടിങ്ങിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരിക്കലും ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രത്തിന് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലെ സെഫോളജിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സഞ്ജയ് കുമാറിന് ഭാഗത്തു നിന്ന് ഒരു ട്വിറ്ററിൽ നിന്നുണ്ടായ ഒരു പോസ്റ്റ് മാത്രം, ഒരു അപ്പോളജി പോസ്റ്റ് മാത്രം, അതായത് ഒരു മാപ്പ് നൽകുന്ന പോസ്റ്റ് മാത്രം മതിയാവില്ല. അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കണമെന്നുള്ള രീതിയിൽ, നടപടി എടുക്കണമെന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ BJPയിൽ നിന്ന് ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ജയ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ചർച്ചയുണ്ടായിരുന്നു റിപ്പബ്ലിക് ചാനൽ. അതിൽ അവതാരകൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഡാറ്റകൾ തെറ്റിപ്പോയി, ഇതിനിങ്ങനെ ഒരു ചെറിയൊരു അപ്പോളജി കൊണ്ട് തന്നെ ഒരു മാപ്പ് പറച്ചിൽ കൊണ്ട് തീരുന്നതാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഇലക്ഷൻ കമ്മീഷന് കൃത്യമായ ഒരു നിയമ നടപടിക്കെതിരെ പോകാനുള്ള സാധ്യത ഇവിടെയുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ഡാറ്റ നൽകി, ഞാനതിനകത്ത് പൊളിറ്റിക്കൽ അനാലിസിസ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് തടി ഊരാൻ നോക്കുമ്പോൾ അവതാരകൻ അപ്പോൾ തന്നെ പിടികൂടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഇതിനെ ബേസ് ചെയ്ത് ഒരു ടൈംസ് ആണെന്ന് തോന്നുന്നു, ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതിയിരുന്നില്ലേ, ഒരു ലേഖനം എഴുതിയിരുന്നില്ലേ, അതിൽ നിങ്ങൾ എന്താണ് ആരോപിച്ചിരുന്നത്? നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന് അനുകൂലമായിട്ട് നിങ്ങൾ ഇതുപോലുള്ള ലേഖനങ്ങൾ
എഴുതിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു 14-ാം തീയതിയാണ് ഞാൻ ആർട്ടിക്കിൾ എഴുതിയത്, 18-ാം തീയതിയാണ് കോൺഗ്രസ് എടുത്തത്, കോൺഗ്രസ് ഇത് എടുക്കാനുള്ള സാധ്യത ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവതാരകൻ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിയതിൽ കോൺഗ്രസ്സിന് ഫേവറബിളായിട്ട്, അതായത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് നിങ്ങൾ എഴുതിയത് കൊണ്ടാണ് കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയ ചായ്വോടെ ലേഖനങ്ങൾ എഴുതാൻ കഴിയും എന്നുള്ള, എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ഡാറ്റ വെച്ചിട്ട് കോൺഗ്രസ് പാർട്ടി മാത്രമല്ല നിങ്ങളും അത് തെറ്റായി വ്യാഖ്യാനിച്ച് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും മഹാരാഷ്ട്രയിൽ നടന്ന ഈ ഒരു കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോപണങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണോ ചെയ്യുന്നത്? അതായത് നമുക്കൊരു ഡാറ്റ കിട്ടിയാലും നമ്മൾ അതിൽ പരിശോധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അതിലെന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ, അതായത് ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ് മാച്ചസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ രാഹുൽ ഗാന്ധി പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതോ ഈ കിട്ടുന്ന ഡാറ്റ അതേപടി വിഴുങ്ങിയിട്ട് വന്ന് പറയുന്ന പരിപാടിയാണോ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഉണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഈ 102 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോയും മറ്റും ഇവർ ടീഷർട്ടിൽ, പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ടീഷർട്ട് ഇട്ട് 102 വയസ്സുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 102 വയസ്സുണ്ട് എന്നുള്ളൊരു ഇലക്ഷൻ കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കള്ളവോട്ടിന് സാധ്യത, കള്ളവോട്ട് അതിന് തെളിവായി അതിനെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് എററാണ്. 102 വയസ്സുള്ളൊരു സ്ത്രീ നമുക്ക് കണ്ടാൽ അറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അത് 35 വയസ്സുള്ളൊരു സ്ത്രീയെ കണ്ടിട്ട് 102, അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ സാങ്കേതിക പിഴവാണെന്ന് മനസ്സിലാക്കാം. അത് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള, അതായത് പെൻഷൻ കൊടുക്കുന്നവർക്ക് 900 വയസ്സ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു ഇലക്ഷൻ അങ്ങനെ ഒരു എറേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിനർത്ഥം 900 വയസ്സുള്ളവർക്ക് അവിടെ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ അത് ഒരു 90 എന്നുള്ളത് ഒരു 0 കൂടിപ്പോയതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഇതിനെയൊക്കെ ഒരു എറേഴ്സ് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഒരു സാങ്കേതിക പിഴവായിട്ട്, ഈ സാങ്കേതിക പിഴവിനെ ഒരു വോട്ട് മോഷണം നടക്കുന്നു അല്ലെങ്കിൽ കള്ളവോട്ടിൻ്റെ തെളിവായിട്ട് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ഈ സ്ത്രീയുടെ ചിത്രം ഉപയോഗിച്ചത് അവരുടെ അറിവോടെ, അവരുടെ സമ്മതത്തോടെ അല്ല. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അങ്ങേറ്റം അപഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് മാത്രമല്ല, ഈ വോട്ട് കൊള്ള നടത്തുന്നു എന്ന് പറയുമ്പോൾ ജനവിധി അംഗീകരിക്കാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ മടി കൂടിയാണല്ലോ ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ തന്നെ, അതായത് ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് പേര് പറഞ്ഞു, ആദിത്യ ശ്രീവാസ്തവ, ശകുൻ റാണി, ഈ പറയുന്ന ആളുകൾ തന്നെ ഒരു മാനനഷ്ട കേസിന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പെട്ടുപോകുമെന്നല്ലാതെ ഇതിനകത്ത് മറ്റൊന്നും പറയാനില്ല.